അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 1460. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. കാന അനസ് റളിയല്ലാഹു അൻഹു, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖാദിമായിരുന്ന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ലാ യറുദ്ദു ത്വയ്ബ, സുഗന്ധം അവിടുന്ന് ഒരിക്കലും നിരസിക്കാറില്ല. ആരെങ്കിലും സുഗന്ധം നൽകിയാൽ അതൊരിക്കലും തട്ടാറില്ല, അത് സ്വീകരിക്കുമായിരുന്നു. ഖാല വസഅമ അനസുൻ, അനസ് റളിയല്ലാഹു അൻഹു പ്രത്യേകം അവിടുന്ന് പറഞ്ഞു, അന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന ലാ യറുദ്ദു ത്വയ്ബ, നിശ്ചയമായും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും സുഗന്ധം ആര് നൽകിയാലും അതൊരിക്കലും തട്ടാറില്ല, അത് അവിടുന്ന് സ്വീകരിക്കലും അവിടുത്തെ പതിവായിരുന്നു. സുഗന്ധം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തുക്കളിൽപ്പെട്ട ഒന്നാണ് സുഗന്ധം. ആ സുഗന്ധം ആരെങ്കിലും നൽകിയാൽ അതൊരിക്കലും നമ്മൾ നിരസിക്കരുത്, അത് സ്വീകരിക്കണം. അത് എത്ര ചെറുതാണെങ്കിലും നമ്മളത് വേണ്ടെന്ന് വെക്കരുത്. അത് സ്വീകരിക്കുക എന്നുള്ളത് നൽകിയ ആളുകളുടെ മനസ്സിൽ വലിയ സന്തോഷമുണ്ടാവാൻ അത് കാരണമാകും. അതോടുകൂടെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം അങ്ങനെയായിരുന്നു. സുഗന്ധം ആര് തന്നാലും അതൊരിക്കലും വേണ്ട എന്ന് പറയാറില്ല, അത് സ്വീകരിക്കും, അത് ഉപയോഗിക്കും. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ സുഗന്ധമായിരുന്നു അവിടുന്ന്. സുഗന്ധത്തെ വല്ലാതെ ഇഷ്ടപ്പെട്ടവരായിരുന്നു. സുഗന്ധം ഉപയോഗിച്ചാൽ ബുദ്ധി വർദ്ധിക്കുമെന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. ഇങ്ങനെ സുഗന്ധം അത് നമ്മളെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം, അത് നാം ഇഷ്ടപ്പെടണം. അതാര് നൽകിയാലും അതൊരിക്കലും നമ്മൾ നിരസിക്കരുത് എന്നാണ് ഈ ഹദീസ് നൽകുന്ന പാഠം. അല്ലാഹു തആല ഇതെല്ലാം ഉൾക്കൊള്ളാനും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.